ഹായ് മക്കളെ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CUET UG എന്ന് പറയുന്നത്. CUET UG യെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. എങ്ങനെയാണ് എക്സാമിനേഷൻ, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, 2025 വരുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ സ്ട്രീമിലുള്ള ആളുകളായിരിക്കാം, എങ്ങനെയാണ് സബ്ജക്ട് സെലക്ട് ചെയ്യുക, യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കും ഈ വീഡിയോ കാണുന്നതോടുകൂടി അവസാനം ഉണ്ടാവുന്നതാണ്. കാരണം ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് വിശദമായിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. ഓൾ അബൌട്ട് CUET യെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം +2 ശേഷം എങ്ങനെയാണ് CUET എക്സാമിനേഷൻ വരുന്നത്, രക്ഷിതാക്കൾക്കും ആശങ്കകളുണ്ട്. എന്താണ് എക്സാമിനേഷനിൽ വരിക, ഏത് സ്വഭാവത്തിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. അപ്പോൾ CUETയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസും ഒക്കെ കിട്ടുന്നതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് CUET എന്ന് പറയുന്നത്? CUET എന്ന് പറയുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പരീക്ഷയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത്. ഒരു വർഷം ഏകദേശം 15 ലക്ഷത്തോളം അപ്ലിക്കൻസ് വരുന്ന വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ്. നീറ്റൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് വരുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ് CUET UG എന്ന് പറയുന്നത്. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ വിൻഡോ ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതത് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുകയും ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രത്യേകമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഇതൊരു സിംഗിൾ വിൻഡോ ഓപ്പർച്യൂണിറ്റിയാണ്. CUET UG എക്സാമിനേഷൻ മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും എത്താനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏകദേശം 300-ലധികം യൂണിവേഴ്സിറ്റികൾ ഈ പറയുന്ന CUET എക്സാമിനേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ CUET സ്കോർ വെച്ചുകൊണ്ട് അഡ്മിഷൻ പ്രോസസ് നടത്തുന്ന 300-ലധികം യൂണിവേഴ്സിറ്റികളുണ്ട്. അത്തരം യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള അവസരം കൂടിയാണ് CUET എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും 2025 എത്തുന്ന സമയത്ത് ചില എക്സാമിനേഷൻ പാറ്റേണിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് 2024 എന്ന് പറയുന്ന സമയത്ത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു. എക്സാമിനേഷൻ ലീക്കേജ്, അതുപോലെ തന്നെ എക്സാമിനേഷൻ ക്യാൻസലേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രാധാകൃഷ്ണൻ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനും അവരുടെ റെക്കമെൻഡേഷൻ സബ്മിറ്റ് ചെയ്തു. ആ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും ചില നിർദ്ദേശങ്ങൾ അവർ ചേഞ്ച് എന്നുള്ള സ്വഭാവത്തിൽ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെ കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രധാനമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ തന്നെ ഉണ്ടായതാണ് സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ഉണ്ട്, സെക്ഷൻ 3 ഉണ്ട്. അതിൽ തന്നെ സെക്ഷൻ 1 എന്ന് പറയുന്നത് 13 ലാംഗ്വേജസ് ആണ്. 13 ഭാഷകളിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 13 ഭാഷകളും നിങ്ങൾക്ക് പേപ്പറായിട്ട് എഴുതണ്ടാവും. അതിൽ ഇംഗ്ലീഷ്, ഹിന്ദി, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മലയാളം, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുഗു, ഉറുദു എന്നുള്ള സ്വഭാവത്തിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി സെക്ഷൻ 1 നിന്നും എനി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 13 ഭാഷകളിൽ ഏത് എഴുതാം. ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ ഒക്കെ എഴുതിയാലും പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ലാതുള്ളതാണ്. അല്ലാതെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതേണ്ടി വരും. അതുപോലെ തന്നെ ഒരു പേപ്പർ നിങ്ങൾക്ക് ഈ നിങ്ങളുടേതായ ഭാഷയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ 13 ഭാഷകളിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഏരിയ, നിങ്ങളുടെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്ന് പറയും. ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട പേപ്പറുകളാണ് ഈ പറയുന്ന സെക്ഷൻ 2 വരുന്നതാണ്. അതിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, അഗ്രികൾച്ചർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, പെർഫോമിംഗ് ആർട്സ്, ഫൈൻ ആർട്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, ഹോം സയൻസ്, മാസ് മീഡിയ, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സോഷ്യോളജി, സാൻസ്ക്രിറ്റ്, എൻവയോൺമെന്റൽ സയൻസ്, നോളജ് ട്രഡീഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആന്ത്രപ്പോളജി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയിട്ടുള്ള 23 സബ്ജക്റ്റുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന സബ്ജക്റ്റുകളിൽ നിന്നും 27 സബ്ജക്റ്റുകളിൽ നിന്നും 23 ചുരുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോമൺ പേപ്പറിലേക്ക് ഒതുങ്ങും എന്നുള്ളതാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് ആണ് ഉദ്ദേശിക്കുന്ന ഒരാളെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റുകളിലേക്ക് BSc ഫിസിക്സിലേക്കോ BSc കെമിസ്ട്രിയിലേക്കോ BSc മാത്സിലേക്കോ ഒക്കെ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും.
ഉണ്ടാവും. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിലേക്കോ കൊമേഴ്സിലേക്കോ എക്കണോമിക്സിലേക്കോ സോഷ്യോളജിയിലേക്കോ പൊളിറ്റിക്കൽ സയൻസിലേക്കോ പോകണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി എന്താണോ പറയുന്നത് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് സാധാരണ +2 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങോ കോച്ചിങ്ങോ ആവശ്യമുള്ള മേഖലയായിരിക്കും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അതിൽ ജനറൽ നോളജ് വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, ജനറൽ മെന്റൽ എബിലിറ്റിയും ന്യൂമറിക്കൽ എബിലിറ്റിയും വരുന്നുണ്ട്, റീസണിങ്ങും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ക്വാണ്ടിറ്റേറ്റീവ് അരിതമെറ്റിക് ഏരിയകളൊക്കെ വരുന്നുണ്ട്, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗ് ഒക്കെ വരുന്ന ഒരു ഏരിയയാണ്. ഇത് പൊതുവെ നമ്മളുടെ ഒരു സിലബസ് ഓറിയന്റഡ് ആയി നമ്മൾ പഠിക്കാത്ത ഏരിയയാണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസും ഒക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 എന്നുള്ള കാറ്റഗറിയിലാണ് എന്തുന്നത് എക്സാമിനേഷൻ നടക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് ഏതാണോ ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്താണോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയക്ക് അനുസരിച്ചുള്ള കോഴ്സുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. എക്സാമിനേഷന്റെ സ്വഭാവം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓൺലി എന്നുള്ളതാണ്. CBT മോഡാണ്. കഴിഞ്ഞ വർഷം പെൻ ആൻഡ് പേപ്പർ മോഡ് കൂടി ഉണ്ടായിരുന്നു, OMR ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡിലേക്ക് മാറ്റുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്പർ ഓഫ് പേപ്പേഴ്സ് റെഡ്യൂസ് ഫ്രം 63 to 37. ഈ പറയുന്ന പോലെ ലാംഗ്വേജ് എന്നുള്ള സ്വഭാവത്തിൽ 13 ഭാഷകൾ സെക്ഷൻ 1-ന് പുറമെ സെക്ഷൻ 1A, സെക്ഷൻ 1B എന്നുള്ള സ്വഭാവത്തിൽ ഒരുപാട് ഫോറിൻ ലാംഗ്വേജ് കോഴ്സുകൾ ഉണ്ടായിരുന്നു, ആ പേപ്പറുകളൊക്കെ ഒഴിവാക്കി അങ്ങനെ 37ലേക്ക് ചുരുക്കി എന്നുള്ളതാണ്. എക്സാമിനേഷൻ്റെ ഡ്യൂറേഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 60 മിനിറ്റിലേക്ക് എക്സാമിനേഷൻ വന്നിട്ടുണ്ട്. മാക്സിമം സബ്ജക്റ്റ് ഒരാൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 6 അല്ല 5 ആണ്. 5 സബ്ജക്റ്റുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചുരുക്കിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ടെസ്റ്റ് സെന്റേഴ്സ്, ഇന്ത്യയിൽ ഒട്ടാകെ ടെസ്റ്റ് സെന്ററുകൾ ഉണ്ടാവും എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇന്ത്യയിൽ എവിടെയും ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലാണ് എക്സാമിനേഷൻ വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന പേരുള്ളത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള സ്വഭാവത്തിലേക്ക് വന്നു. ലാംഗ്വേജ് 33 നിന്നും 20ലേക്ക് വന്നു. ഓൾ ക്വസ്റ്റ്യൻസ് കമ്പൽസറി, എല്ലാ ചോദ്യവും കമ്പൽസറി ആയി. നേരത്തെ 60 ചോദ്യത്തിൽ നിന്നും 50 ചോദ്യങ്ങൾ എഴുതിയാൽ മതിയുള്ള കേസ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ട് 50 ചോദ്യം ഉണ്ടാവും. ആ 50 ചോദ്യവും നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം എന്നുള്ള സ്വഭാവത്തിലേക്ക് വന്നു. 250 മാർക്ക്. ഒരു ചോദ്യത്തിന് 5 മാർക്കാണ് കറക്റ്റ് ആൻസർ ആണെങ്കിൽ കിട്ടുക, ഇൻകറക്റ്റ് ആണെങ്കിൽ -1 എന്നുള്ള സ്വഭാവത്തിലായിരിക്കും. ആ രീതിയിലാണ് ഈ വർഷമുള്ള വളരെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് BA കോഴ്സുകൾ, BSc കോഴ്സുകൾ, BCom കോഴ്സുകൾ, BBA, BTech, BVoc കോഴ്സുകൾ, BLLB കോഴ്സുകൾ, ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും അതല്ലാത്ത സ്വഭാവത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളും കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് +2-ന് ശേഷം നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്ന സൂപ്പർ ക്രാഷ് ബാച്ചാണ് ഓൺലൈൻ ആയിട്ടുള്ള അഗ്നി സൂപ്പർ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. 2025 നിങ്ങൾക്ക് +2 എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക്, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 1000 സ്റ്റുഡൻസ് നമ്മൾ ഏർലി ബേർഡ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 207998855 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് വിളിക്കുകയും അഡ്മിഷൻ എടുക്കുകയും ചെയ്യാവുന്നതാണ്. +2-ന് ശേഷമായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് സെഷനുകൾ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, മെന്റർഷിപ്പ് സപ്പോർട്ടുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഗൈഡൻസുകൾ, ഈ പറയുന്ന പോലെയുള്ള എല്ലാവിധ സപ്പോർട്ടുകളും എഡ്യൂപോർട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സ്വപ്ന യൂണിവേഴ്സിറ്റിയിലേക്ക്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് +2-ന് ശേഷം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ ജാമിയയിലോ അലിഗഡിലോ ബനാറസിലോ അതുപോലെ തന്നെ ഹൈദരാബാദിലോ പോണ്ടിച്ചേരിയിലോ ഒക്കെ എത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള അവസരമാണ്, ഏറ്റവും ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതൊരിക്കലും മിസ്സാക്കരുത്. അതുകൊണ്ട് നിങ്ങൾ നമ്പറിൽ വിളിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ പറയുകയും ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.